നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ബ്രിജിത്താമ്മയുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ വല്ലാത്ത വിഷമമായിപ്പോയി അലീനയ്ക്ക്. അത് ബാഗിലേക്ക് എടുത്ത് വെക്കുന്ന സമയത്ത് അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ബ്രിജിത്താമ്മയോട് സംസാരിക്കണം എന്നൊരു ചിന്ത അലീനയുടെ മനസ്സിലേക്ക് വരുവാണ്. കാരണം തന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന മമ്മിയാണ്. പാവം, ഒരു പക്ഷേങ്കിൽ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചായിരിക്കില്ല തന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടെ. പിന്നീട് അലീന താൻ ബ്രിജിത്താമ്മയോട് സംസാരിക്കുന്ന പോലെ അലീനയ്ക്ക് തോന്നുവാണ്. അങ്ങനെ അലീന ബ്രിജിത്താമ്മയോട് പറഞ്ഞു, എന്തിനാ മമ്മി എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്? വേണ്ടിയിരുന്നില്ല. എന്തിനാ എൻ്റെ അമ്മ ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ്, അതുകൊണ്ടല്ലേ ഇപ്പം എനിക്കിവിടെ വേദനയോടെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുന്നത്. എൻ്റെ കൂടപ്പുറപ്പുകളുടെ കണ്ണീര് കണ്ടിട്ടാണ് ഞാനിവിടെ നിന്ന് ഇറങ്ങണേ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ വേദനയും വിഷമോ. അപ്പോഴേക്കും ബ്രിജിത്താമ്മയും പറഞ്ഞു, നീ വിഷമിക്കേണ്ട മോളെ, നീ ഇവിടെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാ പോന്നേ. മമ്മി, ഞാൻ ചെയ്തത് ഒരു ക്രൂരതയല്ലേ? ഞാൻ വന്നതിന് ശേഷം ഇവിടുത്തെ അച്ഛനും അമ്മയും തമ്മിൽ രണ്ടായത്. ഒരിക്കലും ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഞാൻ കാരണം ഒരിക്കലും അവര് വേറെപ്പെടില്ലെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോകാമെന്ന് തന്നെ വിചാരിച്ചത്. പക്ഷെ ഞാൻ പോയാലും അവരൊന്നാകുമെന്ന് പോലും എനിക്കറിയില്ല. സാരമില്ല, പോട്ടെ മോളെ, നീ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടല്ലേ ഇവിടെ നിന്ന് ഇറങ്ങണേ. നിന്റെ കൂടപ്പറപ്പുകൾക്ക് നല്ല വഴി തെളിച്ചു കൊടുത്തില്ലേന്ന് ചോദിച്ചു. അത് ശരിയാ മമ്മി, പക്ഷേ എങ്കിൽ അച്ഛനും അമ്മയും ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇവിടുത്തെ അച്ഛൻ എൻ്റെ സ്വന്തം അച്ഛനായെങ്കിലെന്ന്. എന്നെ അത്രമാത്രം കണ്ടും കരുതിയെ സ്നേഹിച്ച് ഏതൊരു പെൺകുട്ടി ആഗ്രഹിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു അച്ഛൻ്റെ സ്വഭാവം. പക്ഷെ എനിക്കെല്ലാം നഷ്ടപ്പെടാൻ പോവുക. ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോവുക. അവിടെ ചെല്ലുമ്പോൾ എങ്ങനെ എന്താണെന്നും അറിയത്തില്ല. ഇവിടെ ഇത്രയും ദിവസം അനുഭവിച്ച ആ സന്തോഷ സമാധാനമൊക്കെ അവിടെ കിട്ടുമെന്നും അറിയത്തില്ല. മോള് ധൈര്യമായിട്ട് പോയിക്കോ. ഒന്നുകൊണ്ടും വിഷമിക്കുകയോ വേദനിക്കുകയോ വേണ്ട. ഇവിടെ നിന്റെ ആവശ്യം കഴിഞ്ഞു. നിന്നെ ആവശ്യമുള്ള എത്രയോ ആൾക്കാരുണ്ട്, എത്രയോ സ്ഥലങ്ങളുണ്ട്. നീ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ഇപ്പം വേറൊന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ട. ധൈര്യമായിട്ട് പോയിക്കോ. എന്നാലും മമ്മി, ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും ഒന്നാകുമോ? അവരൊന്നാവണമെന്ന് കരുതിയിട്ടാണ് ഞാനിവിടെ നിന്ന് പോകുന്നേ. അതൊക്കെ ശരി തന്നെയാ. ഇനിയിപ്പം നിന്റെ റോള് കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർ വേണം തീരുമാനിക്കാനായിട്ട്. ചില മുറിവുകളൊക്കെ അങ്ങനെയാ, പെട്ടെന്ന് ഉണങ്ങിയെന്ന് വരത്തില്ല. അതിന് കാലങ്ങൾ എടുക്കേണ്ടി വന്നേക്കും. അത് പതിയെ ഉണങ്ങിക്കോളും. നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. നീ ധൈര്യമായിട്ട് പോയിക്കോളാൻ പറഞ്ഞു. പെട്ടെന്ന് അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. അലീന ഫോട്ടോ നെഞ്ചോടി ചേർക്കുവാണ്. കാരണം തന്നെ ഇവിടേക്ക് പറഞ്ഞു വിടുന്ന സമയത്ത് ഒരിക്കലും മമ്മി ഇങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല എന്നൊക്കെയാണ് ചിന്തയായിരുന്നു. അങ്ങനെ അലീനയുടെ ബാഗിനകത്തേക്ക് ഭദ്രമായിട്ട് ആ ഫോട്ടോയ്ക്ക് എടുത്തു വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബബിതയും കൃഷ്ണമോളും കൂടി ഡൈനിങ് ടേബിളിൽ ആഹാരമൊക്കെ എടുത്തു വെക്കുവാണ്. അപ്പോഴേക്കും ബാലേന്ദ്രൻ അങ്ങോട്ട് വന്നു. എന്തിയെ അലീനയൊന്നും വന്നില്ലേന്ന് ചോദിച്ചു. അപ്പോഴാണ് അലീന രോഹിത്തിനെ വിളിച്ചോണ്ടിരുന്നത്. അച്ഛൻ, ഞാൻ രോഹിനെ വിളിക്കാൻ പോയതാ. ഇവനെവിടെയായിരുന്നു? ഇവ സിറ്റ് ഔട്ടിലായിരുന്നു പറഞ്ഞു. അങ്ങനെ നോക്കി ഞാൻ ബാലേന്ദ്രൻ പറഞ്ഞു, ആഹാ, ഇത് കുറേ വിഭവങ്ങളുണ്ടല്ലോ ഇന്നെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബബിത പറഞ്ഞു, ഞാനും കൃഷ്ണമോളും കൂടെ ഉണ്ടാക്കിയതാ. അലീന പറഞ്ഞു, അതിന് എന്നെ അടുക്കളയിലേക്ക് കയറ്റിയിട്ട് വേണ്ടേ? എന്നെ അടുക്കളയുടെ ഭാഗത്തേക്ക് വലിയ അടുപ്പിച്ചില്ല എന്ന് പറഞ്ഞു. ഓ, പോകുന്നവരൊക്കെ അങ്ങോട്ട് പോയിക്കോ. ഇനി എന്തിനാ അടുക്കള കയറേണ്ട കാര്യമൊന്നുമില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അലീനയോട് ഇരിക്കാൻ പറഞ്ഞു. കൃഷ്ണമോളും ബബിതയും മാത്രം ഇരുന്നില്ല. അലീന ഇരുന്നിട്ട് പറഞ്ഞു, അല്ല, ഇതെന്താ എനിക്ക് വല്ല യാത്രയപ്പ് ഇത് തരുന്നതാണോ? യാത്രയപ്പ് ഫുഡാന്ന് തോന്നല്ലോ തരുന്നത്. അങ്ങനെയെങ്കിൽ അങ്ങനെ. അല്ല, ഇതിൻ്റെ കൂടെ ഒരു മൊമ്മൻ്റെ ക്യാഷ് അവാർഡും കൂടെ ഒക്കെ വേണ്ടിയിരുന്നെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ബബിത പറഞ്ഞു, കൂടുതലൊന്നും പറയാതിരുന്ന് കഴിക്കാൻ നോക്ക്. വലിയ വാചകം അടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറയണം. ആ സമയത്ത് അലീന ഇങ്ങനെ അവരെയൊക്കെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ഞാനിവിടെ ആദ്യം വന്ന സമയത്ത് എനിക്ക് ഫുഡ് എവിടെയായിരുന്നു അറിയാവോ? അടുക്കളയിലായിരുന്നു. അന്ന് കുഞ്ഞുമോള് ചേച്ചി എനിക്ക് എടുത്തു തന്നെ. ഞാനന്ന് കരഞ്ഞുകൊണ്ട് ആഹാരം കഴിച്ചത്. അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. പിന്നീട് അച്ഛനാണ് എന്നെ ഡൈനിങ് ടേബിളിൽ കൊണ്ടിരുത്തി ആഹാരം എടുത്തു തന്നെ. അതും എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളൊക്കെ എനിക്ക് കൂടപ്പുറപ്പുകളായിരുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അല്ല, അന്ന് നീ ഇവിടുത്തെ സെർവൻ്റ് ആയിരുന്നല്ലോ. പക്ഷെ ഇപ്പോഴങ്ങനെയല്ലല്ലോ. അതെ, ഇപ്പോഴങ്ങനെയല്ല. അതെല്ലാം കേട്ട് ഞാൻ ബബിത പറഞ്ഞു, ഒന്ന് നിർത്ത്. കുറേയായി ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട്. അതെ, പോകുക. എന്നിട്ട് വലിയ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പോകുന്നവർ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. ബബിത തൻ്റെ സങ്കടം കൊണ്ട് പറയുന്നതെന്നുള്ള കാര്യം അലീനയ്ക്കൊക്കെ അറിയാം. അപ്പോഴേക്കും അലീന പറഞ്ഞു, നിങ്ങളെന്താ നോക്കി നിൽക്കുന്നേ? ഇനി ഞാനൊന്നും പറയത്തില്ല, ഇരുന്ന് കഴിക്കുക. ബബിതയും കൃഷ്ണമോളയും കൂടെ അവിടെ പിടിച്ചിരുത്തി. പക്ഷേ അവരുടെയൊക്കെ മുഖത്ത് നല്ല വിഷമമുണ്ടായിരുന്നു. പുറമെ കാണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഉള്ളിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് അലീന ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചെല്ലാം നോക്കുവാണ്. അലീനയ്ക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അലീനയ്ക്ക് കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴാണ് മനുശങ്കറിൻ്റെ കോൾ വരുന്നത്. മനുശങ്കറിൻ്റെ കോൾ എടുത്തിട്ട് അലീന ചോദിച്ചു, എന്താ മനുവേട്ട? അല്ല, പോയാന്നറിയാൻ വേണ്ടിയിട്ട്. ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ഇനിയിപ്പോൾ പോക്ക് മാറ്റി വെച്ചോ? പോവണ്ടെന്നൊരു തീരുമാനം എടുത്തോ? അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇല്ല, പോവാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കോ? ഓ,
അപ്പം പോകുവാണല്ലേ? അതെന്താ മനുവേട്ട അങ്ങനെ? പോവാതിരിക്കാൻ പറ്റുമോ? ഞാൻ മനുവേട്ടനോട് പറഞ്ഞല്ലേ. അല്ല, മനുവേട്ടനോടും കൂടെ വരാൻ മേലായിരുന്നോ? ഏയ്, ഞാൻ വരുന്നില്ല. അതെന്താ? അങ്കിളിന് അത്ര താല്പര്യം ഇല്ലാന്ന് തോന്നുന്നു എന്നെ കൊണ്ടുപോകാനായിട്ട്. അതുകൊണ്ടാ. അച്ഛൻ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞിട്ടൊന്നുമില്ല, എനിക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. എങ്കിൽ ശരി, എന്നാ വെച്ചേക്കോ. എന്താ മനുവേട്ട പെട്ടെന്ന്? നീ റെഡിയായിട്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ മനുഷ്യങ്കർ കോള് കട്ട് ചെയ്തു. അല്ലെ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് അവിടേക്ക് കൃഷ്ണമോളും ബബിതയും കൂടെ വരുന്നത്. കൃഷ്ണമോള് വന്നിട്ട് ചോദിച്ചു, അല്ല ചേച്ചി റെഡിയായില്ലേ? റെഡിയാൻ തുടങ്ങും. ഏത് ഡ്രസ്സാണ് ഇടുന്നേ? അച്ഛൻ പറഞ്ഞത് അച്ഛൻ വാങ്ങി തന്ന സാരി ഉടുക്കണമെന്നാ. എങ്കിൽ പിന്നെ സാരി ഉടുക്കണം എന്ന് ബബിത പറഞ്ഞു. എനിക്ക് സാരി ഉടുക്കാനൊന്നും അറിയത്തില്ല, ഇല്ലെങ്കിലും എനിക്ക് എന്നോട് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, സാരി ഉടുത്താൽ മതി. അല്ല കൃഷ്ണമോളെ, അതിന് നിനക്ക് സാരി ഉടുപ്പിക്കാൻ അറിയാവോ? എനിക്ക് ഉടുക്കാൻ അറിയില്ലെങ്കിലും ഉടുപ്പിക്കാനൊക്കെ അറിയാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരുക്കിക്കൊള്ളാം, അലീനി ചേച്ചിയെ ഞങ്ങളാ ഒരുക്കണേന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് സാരിയൊക്കെ ഇങ്ങ് എടുക്കാൻ പറഞ്ഞു. സാരിയൊക്കെ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്, അലീനി ചേച്ചിക്ക് ചേരുന്ന കളറാന്ന് പറഞ്ഞു. സാരിയും കുറേ ആഭരണങ്ങളും ഉണ്ടായിരുന്നു, അതൊക്കെ ബാലേന്ദ്രൻ കൊടുത്തായിരുന്നു. അങ്ങനെ ബബിതയും കൃഷ്ണമോളും കൂടെ അലീനെ ഒരുക്കുവാണ്. രണ്ടുപേരും കൂടെ സാരിയൊക്കെ ഉടുപ്പിച്ച് നല്ല സുന്ദരിയാക്കി. ഈ സമയത്ത് ബബിതയുടെ മുഖത്തേക്ക് അലീനെ ഒന്ന് നോക്കി. അപ്പോഴേക്കും അലീനയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വന്നു. ബബിത പറഞ്ഞു, നശിപ്പിച്ചു, കണ്ണ് നിറഞ്ഞു വീഴുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ബബിത അതും പറഞ്ഞിട്ട് അങ്ങോട്ട് പോകണം. കണ്ണ് തുടച്ചോണ്ടാ പോകുന്നത്. അലീനയ്ക്ക് മനസ്സിലായി ബബിതയ്ക്ക് അത്രമേ സങ്കടമായെന്ന്. ഇവിടെ നിന്നിട്ടുണ്ട് ഇനി പൊട്ടിക്കരഞ്ഞു പോകുമെന്ന് തോന്നുന്നു. അതുകൊണ്ടാ ബബിത പോയെന്നറിയാം. കൃഷ്ണമോൾ അലീനയെ കെട്ടിപ്പിടിച്ച ഒറ്റ കരച്ചിലായിരുന്നു. അതുപോലെ തന്നെ അലീനെ ബബിതയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ബബിത പോയത്. അതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ പോലും കണ്ണ് നിറഞ്ഞു പോകും. കാരണം അത്രയ്ക്ക് വിഷമം, ഏറ്റവും കൂടുതൽ വിഷമം ബബിതയ്ക്കാന്ന് തോന്നുന്നു അലീന പോകുന്നതിൽ. ഈ സമയത്ത് കൃഷ്ണമോള് പറഞ്ഞു, ചേച്ചിക്ക് പോവാതിരുന്ന് കൂടെയെന്ന് ചോദിച്ചു. അതെന്താ? വേണ്ട ചേച്ചി, പോവാതിരിക്കുവാണെങ്കിൽ വേണ്ട, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട, പോവാൻ തീരുമാനിച്ചല്ലേ, പോവാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കൃഷ്ണമോൾ എങ്ങനെ അവസാന ശ്രമം എന്നോണം ഒന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച, പക്ഷെ അത് നടക്കില്ല എന്ന് മനസ്സിലായി. ഇതേ സമയത്ത് ബാലേന്ദ്രൻ ഗോവർദ്ധനെ കോൾ ചെയ്യുകയാണ്. അങ്ങനെ കോൾ ചെയ്തപ്പം ഗോവർദ്ധൻ ചോദിച്ചു, എന്താ ബാലേട്ട? പറഞ്ഞോളം പറഞ്ഞു. അല്ല, ബാലേട്ട കടയിലേക്ക് വരുന്നില്ലേന്ന് ചോദിച്ചു. ഇന്ന് ഞാൻ വരുന്നില്ല ഗോവർദ്ധന, അലീനെ കൊണ്ടുവിടാനായിട്ട്. ഞാനതും കൂടെ മറന്നുപോയിട്ടോ. ഇന്നാണല്ലോ ആനന്ദേട്ടൻ്റെ ഷിഫ്റ്റിങ്ങും എല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേനും പഴ കൺഫ്യൂഷൻ ആയിരുന്നു പറഞ്ഞു. അല്ല ബാലേട്ടൻ അവളെ കൊണ്ടുപോയിട്ട് ഇന്നെ വരത്തില്ലേന്ന് ചോദിച്ചു. ഇന്ന് ഞാൻ വരത്തില്ല ഗോവർദ്ധന. അതെങ്ങനെ ശരിയാവും? അപ്പോൾ കുട്ടികൾ തന്നെ ആവത്തില്ലേന്ന് ചോദിച്ചു. അവർ തനിച്ചൊന്നും ആകത്തില്ല. അലീന ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജയന്തി എങ്ങനെ അത് മണത്തറിഞ്ഞോളും, പിന്നെ അവൾ ഇങ്ങോട്ടേക്ക് വന്നോളും. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു ഭയമില്ല എന്ന് പറഞ്ഞു. അല്ല, ബാലേട്ടൻ എന്താ ഇന്ന് വരാത്ത? ഇന്ന് അവിടെ തങ്ങുവാണോ? അവിടെയല്ല, എനിക്ക് പോരുന്ന വഴിയിൽ എവിടെയെങ്കിലും ഒന്ന് സ്റ്റേ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. എന്തു പറ്റി ബാലേട്ട? അത് പിന്നെ എൻ്റെ ജീവനല്ലേ പോകുന്നേ, എൻ്റെ ശക്തിയല്ലേ പോകുന്നേ. എൻ്റെ ശക്തി പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം എനിക്ക് ഒന്നും നടക്കില്ല. എൻ്റെ ശക്തിയെല്ലാം ചോർന്നൊലിക്കുന്ന പോലെ എനിക്ക് തോന്നും. വല്ലാത്തൊരു ബുദ്ധിമുട്ട്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ ഒന്ന് റീചാർജ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. വൈജയന്തിയുമായിട്ട് ഗുസ്തി പിടിക്കാനുള്ളതല്ലേ. പുതിയതായിട്ട് ഒന്ന് എന്നെ തന്നെ മാറ്റിയിട്ട് വേണം എനിക്ക് ഈ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. അല്ല ബാലേട്ടൻ തനിച്ച് പോയിട്ട് ഇനി തനിച്ച് വരണ്ട, ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു. വേണ്ടടോ, വരണ്ട. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇന്നത്തെ ദിവസം ഒന്ന് തനിച്ച് ഇരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞ് അവളെ കൊണ്ട് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് പറയാൻ പോലും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, തന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും താനും നോക്കിക്കോണം ഇന്നത്തെ. അതൊന്നും ഓർത്ത് ബാലേട്ടൻ വിഷമിക്കൊന്നും വേണ്ട. ഇവിടുത്തെ എന്ത് കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെ നോക്കിക്കോളാം. എന്തേലും ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ തന്നെ മാനേജ് ചെയ്തോളാം. ബാലേട്ടൻ ധൈര്യമായിട്ട് പോയിട്ട് പോരെ, ഒന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു, അങ്ങനെയൊക്കെ ആയിരുന്നു ആഗ്രഹം, പക്ഷെ എനിക്കറിയില്ല ഗോവർദ്ധന, ഞാൻ ആകെപ്പാടെ തകർന്നു പോകുന്ന പോലെ എനിക്ക് തോന്നുന്നേ. അവൾ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ബലം പോകുന്ന പോലെ എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. വല്ലാത്തൊരു ഫീലിംഗ് ആണ് അത് കണ്ടു കഴിയുമ്പോൾ. നമുക്ക് തന്നെ സഹിക്കാൻ പറ്റില്ല. ബാലേന്ദ്രൻ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് ബാലേന്ദ്രൻ പോകാൻ റെഡിയാവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ ഹാളിലേക്ക് റെഡിയായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അലീന മുറി തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. അലീനെ ബാലേന്ദ്രൻ അടിമുടിയും നോക്കി. കൃഷ്ണമോളും ഉണ്ടായിരുന്നു, രോഹിത്തും ഉണ്ടായിരുന്നു ബാക്കി എടുത്തോണ്ട്. അലീനയെ നോക്കിയിട്ട് ബാലേന്ദ്രന് ഇങ്ങനെ വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. അപ്പോഴേക്കും അലീന ചോദിച്ചു, എന്താ അച്ഛാന്ന് ചോദിച്ചു. ബാലേന്ദ്രൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ തന്നെ ആഗ്രഹിച്ചേ, നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ തന്നെ പറഞ്ഞു വിടണമെന്ന് ആഗ്രഹിച്ചേ, പക്ഷെ സമയവും സന്ദർഭവും ഒക്കെ മാറിപ്പോയി. ബാലേന്ദ്രൻ്റെ മനസ്സിൽ അവളൊരു കല്യാണ പെണ്ണായിട്ട് ഒരുക്കി കെട്ടിച്ചു വന്നെന്നൊക്കെ തന്നെയായിരുന്നു. പക്ഷെ അതൊക്കെ മാറിപ്പോൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു.
അപ്പോഴേക്കും അലീന അച്ഛാന്ന് വിളിക്കുവാണ്. ഏയ് സാരമില്ല, നീ വിഷമിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊന്നും അല്ലോ കാര്യങ്ങൾ പോകുന്നതെന്ന് പറയാണ്. കാരണം അലീനയെ കണ്ട ഒരു ശരിക്കും ഒരു ഏഞ്ചലിനെ പോലെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിക്കാണ് കൃഷ്ണമോളും ബബിതയും കൂടെ ചേർന്ന് ഒരുക്കിയത്. നമുക്ക് പോലും അത്ഭുതം തോന്നിപ്പോവും. അതുപോലെ നല്ല സുന്ദരിയാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാലേന്ദ്രൻ്റെ കണ്ണ് നിറഞ്ഞു വരുവാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോള് പെട്ടെന്ന് ബാക്കിയായിട്ട് അങ്ങോട്ട് മാറി. കൃഷ്ണമോളുടെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ആ ഒരു രംഗം കണ്ടുകൊണ്ടിരുന്ന രോഗത്തിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അലീനയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. തൻ്റെ അച്ഛൻ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലായി. എത്രമാത്രം വേദനയോട് കൂടിയിട്ടാണ് അച്ഛൻ തന്നോട് ഇപ്പോൾ സംസാരിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പം അതിൻ്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ബാലേന്ദ്രൻ എന്താളും പൊളിച്ചെടുക്കുകയാണ്. ബാലേന്ദ്രൻ്റെ ആ സങ്കടം കണ്ടു നിൽക്കുന്നത് നമ്മളെ പോലും കണ്ണ് നിറഞ്ഞു ഒഴുകും. കാരണം അത്രയ്ക്ക് വല്ലാത്തൊരു സീനാണത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.